പാരന്റിങ്ങിന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ നമ്മളിൽ പലരും കണ്ടിട്ടില്ലാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത അൺസീൻ വേർഷൻസും ഉണ്ട് പാരന്റിങ്ങിൽ. ആൺകുട്ടികളുടെ അമ്മമാർക്കൊക്കെ എന്താ സുഖം, ചെറുപ്പത്തിലേ തൊട്ട് കേട്ട് വരുന്ന ഒരു പല്ലവിയ. പക്ഷെ എക്സ്പീരിയൻസ് ചെയ്തു വരുമ്പോഴാണ് ഈ സുഖങ്ങളൊക്കെ എന്താന്ന് ഓരോന്നോരോന്നായിട്ട് പിടികിട്ടുന്നത്. പബ്ലിക് പ്ലേസിലൊക്കെ പോയി ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പുവശങ്ങളൊക്കെ മാറിയെന്ന് നമുക്ക് മനസ്സിലാവുക. കുഞ്ഞായിരുന്നപ്പോൾ ഒന്നിച്ച് കയറിയിരുന്ന ലേഡീസ് ബാത്റൂമിൽ നിന്നൊക്കെ മാറിയിട്ട് ജെൻസ് ടോയ്ലറ്റിലേക്ക് ഒറ്റയ്ക്ക് കയറി പോണ ഒരു രംഗമുണ്ടല്ലോ. അതൊക്കെ പോട്ടെ, അടുത്തൊരു മഹാമഹം ഉണ്ട്, മുടിവെട്ടിക്കൽ മഹാമഹം. അതും ജെൻസിന്റെ സലൂണിൽ പോയിട്ടുള്ളത്. അതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് തന്നെയാണ്. അത് രാത്രിയിലാണെങ്കിലോ ഭേഷായി. നമ്മൾ ഈ വർക്കൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് കുട്ടിയും പെറുക്കി ഏതെങ്കിലും കടയിൽ കയറി ചെന്നാലോ അവിടെയുള്ള മൊത്തം ആണുങ്ങളുടെയും ചോദിക്കാതെ ചോദിക്കുന്ന കുറേ നോട്ടങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും. മാഡം ഒറ്റയ്ക്കാണോ? എനിക്ക് ചോദിക്കാൻ പല തവണ വന്നിട്ടുണ്ട് വായിൽ, അതെന്താ ഒറ്റയ്ക്ക് വന്നാൽ മുടി വെട്ടില്ലേ ഇവിടെയെന്ന്. പക്ഷെ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് വായടക്കി പിടിച്ചിരിക്കേണ്ടി വന്നു. ഇനിയിപ്പോൾ നമ്മൾ സിംഗിൾ ആണോ, ഡിവോഴ്സി ആണോ, അല്ലെങ്കിൽ വേറെ വല്ല ടൈപ്പ് ആണോ എന്നും കൂടി ആലോചിച്ചിട്ടേ സ്പോട്ടിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ വരുന്ന കുറേ പേരുണ്ട് ഇതിൻ്റെ ഇടയിൽ. പക്ഷേ ഈ കാറ്റഗറിയിൽ ഒന്നും പെടാതെ നല്ല ഫേഷ്യലും ബ്ലീച്ചും ഒക്കെ ചെയ്ത് റിലാക്സ് ചെയ്തിരിക്കുന്ന കുറച്ച് ചേട്ടന്മാരുണ്ട്. അവർക്കാണെങ്കിലോ ആ സമയത്ത് അവരുടെ വീട്ടിലേക്ക് ചോദിക്കാണ്ട് കയറി ചെന്ന ഒരാളോടുള്ള ഫീലാണ് എന്നെ കാണുമ്പോൾ തോന്നാറുള്ളത്. ഇനിയിപ്പോൾ ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ പൊന്ന് സഹോദരന്മാരെ, ഇങ്ങനെ കാണുന്ന എല്ലാ പെണ്ണുങ്ങളും ഡിവോഴ്സ് ആയവരോ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ടൈപ്പോ ഭർത്താക്കന്മാരില്ലാത്തവരോ ഒന്നും ആവണമെന്നില്ല. ഈ നാട്ടിലെ ജീവിക്കാൻ വേണ്ടിയും മക്കളെ നോക്കാൻ വേണ്ടിയും പെടാപ്പാട് വിടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ. അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കരുതേ. നിങ്ങളുടെ എസ്റ്റിമേറ്റിലൊന്നും പെടുന്നവരല്ല അവർ.